ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇത് ഒരു മേക്കിംഗ് വീഡിയോ ആണ്. കോപ്പർ വയറും മെറ്റൽ റോസും കുറച്ച് ബീഡ്സും വൈറ്റ് ബീഡ്സും വെച്ചിട്ട് ഒരു ക്രിസ്മസിൻ്റെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പേർക്ക് ഈ ടിയാര ഇത് ചെയ്യുന്നത് 0.4 ആണോ 0.3 ആണോ ഏതാണ് കോപ്പർ വയർ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം 0.3 ആയാലും കുഴപ്പമില്ല, 4 ആയാലും കുഴപ്പമില്ല. ടിയാര വേറെ ടൈപ്പും ഉണ്ട്, ക്രൗൺ പോലെ വെക്കുന്ന ടൈപ്പും ഉണ്ട്. അതിന് കുറച്ചും കൂടെ കട്ടിയുള്ള കമ്പിയാട്ടോ വേണ്ടത്. ഈ ഒരു ടൈപ്പല്ല, നമ്മൾ അതിലാണ് ഫ്ലവേഴ്സ് ചുറ്റിയെടുക്കുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കമ്പി വെച്ചിട്ട് തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. മറ്റേ വയറിൽ നമ്മൾ അതിലാണ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്നെങ്കിൽ ഗ്രീൻ ടേപ്പ് ഇട്ട് ചുറ്റി കൊടുക്കും, അല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ തന്നെ കമ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുറ്റി കൊടുക്കും. അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അത് രണ്ടിൻ്റെയും ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, കമ്പിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഇത് കോപ്പർ വയർ ഞാൻ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട്, ഒരുപാട് നീളത്തിലെടുത്തില്ല. ഒരു ചെറിയ രീതിയിലേ ചെയ്യുന്നുള്ളൂ. കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും വെക്കാൻ പറ്റുന്ന കേട്ടോ. ഈ ബണ്ണൊക്കെ കെട്ടുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിലേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിലും കൂടുതൽ ലെങ്ത്തിലെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂട്ടിയിട്ടില്ല, കുറച്ച് ലെങ്ത്ത്. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിയും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ച് വേണം, കോപ്പർ വയർ കുറച്ച് വേണം. എന്നാലേ ഇങ്ങനെ കുറേ ചുറ്റി നമ്മൾ ചുറ്റി കുറേ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വേണം. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ആദ്യം ഒരു ഹോൾ പോലെ ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹോള് പോലത്തേനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്ലൈഡ് കുത്തിയിട്ട് അങ്ങനെ ടിയാര വെച്ചെടുക്കാം. അതല്ലാതെ ഈ ഹോള് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളുത്ത് പോലെ ഇല്ലേ, കൊളുത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു മടക്കില്ലേ, ആ ഒരു രീതിയിലാക്കി എടുത്തിട്ട് നമുക്കിങ്ങനെ കൊളുത്ത് പോലെയും വെക്കാം. പക്ഷെ അത് ഇരിക്കില്ല, അതിലും നല്ലത് ഇങ്ങനെ സ്ലൈഡ് കുത്തുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം ആ ഹോൾ രീതിയിൽ ചെയ്ത് കൊടുത്തത്. ഇനി ബീഡ്സ് ഇട്ട് കൊടുത്തു, മുകളിലോട്ടെടുത്ത് കുറച്ചൊന്ന് ചുറ്റി കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാനിപ്പോൾ ഒരു ക്രിസ്റ്റലിൻ്റെ വൈറ്റ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ബീഡ്സ് എടുത്ത് കൊടുത്തിട്ട് അതും ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് പൊക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്ര ഭംഗി കാണത്തില്ല. കുറച്ച് മുകളിലോട്ട് എടുത്തിട്ട് വേണേ അതും ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിരിച്ച് കൊടുക്കണം. ആ ഒരു മുത്ത് ടൈറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ പിരിച്ച് കൊടുക്കണം. ആ ഒരു മുത്തിന് നമുക്കത് പിരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, ആ ഒരു മുത്തിൻ്റെ ടൈറ്റ് വരെയും പിരിച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടില്ലേ, ഞാൻ ഈ കുഞ്ഞു ബീഡ്സും ഇട്ട് കൊടുത്തായിരുന്നേ, വൈറ്റ് ചെറിയ ബീഡ്സ്. പക്ഷെ അത് വീഡിയോ കട്ടായിരുന്ന സമയത്തായിരുന്നെന്ന് തോന്നുന്നു ഞാനത് ചെയ്ത് കൊടുത്തത് ശ്രദ്ധിച്ചില്ല. അപ്പം അതും ഇതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ആദ്യം ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ കുഞ്ഞ് 5 ബീഡ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ട് പൊക്കിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് ആക്കിയെടുത്താൽ മതി. ആ ഒരു ഷേപ്പ് കിട്ടും. ആ ഒരു മുത്ത് 5 എണ്ണത്തേലും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ പോലെ ഇരിക്കുന്ന കണ്ടാവും, ആ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പം ഞാൻ മെറ്റൽ റോസ് വെച്ച് കൊടുത്തു, മെറ്റൽ റോസിൻ്റെ ഹോളിൽ കൂടെ അത് വെച്ച് എടുത്തിട്ട് അതിൻ്റെ പെറ്റൽസ് ഒന്ന് അകത്തി കൊടുത്തിട്ട് ആ ഒരു സൈഡിൽ കൂടെ കമ്പി താഴോട്ടെടുത്തിട്ട് താഴെ ഇങ്ങനെ ചുറ്റി കൊടുത്തതാണ്. അപ്പം ആ മെറ്റൽ റോസ് അവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചുറ്റി കൊടുത്താലേ ഇരിക്കത്തുള്ളൂ, ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പം അതും 3-4 ചുറ്റ് അതിൻ്റെ ബാക്കിലും ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിതൊരു ഒരുപാട് ലെങ്ത്തിലൊന്നും അല്ല കേട്ടോ ചെയ്തത്, ചെറിയൊരു രീതിയിലാണ് ചെയ്തത്. ഇനി ബാക്കിയുള്ള വശം ഇപ്പുറത്തോട്ട് മടക്കി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. പക്ഷേ ഇല്ലേ, കൈവച്ച് ചുറ്റിയാൽ മാത്രം പോരാ കേട്ടോ, എന്തെങ്കിലും നമ്മുടെ ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ടൈറ്റ്
ഈ കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ കയ്യിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയുണ്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇങ്ങനെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ പൊങ്ങി നിൽക്കുന്ന കമ്പി ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തലയിലൊക്കെ കൊള്ളും. അപ്പോൾ അതൊന്ന് നോക്കണേ. കുറച്ചും കൂടി നമുക്ക് അത്രയും ഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ അത്രയും ചെയ്തത്. അപ്പം ബാക്കിയും കൂടെ ഞാൻ ചുറ്റി ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ സൈഡിൽ ബണ്ണൊക്കെ വെക്കുമ്പോഴത്തേക്കും സൈഡിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്ലൈഡ് കുത്തിയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത്രയും ഹോള് വേണ്ട, ചെറിയ ഹോൾ മതിയെങ്കിൽ അതൊന്നും കൂടെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അത് പിരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ചോര വന്നു. അപ്പോൾ അതുപോലെ വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ടൂൾസ് വെച്ചിട്ട് ഒന്ന് അമക്കി കൊടുത്താൽ മതിയേ. ഞാൻ കുറച്ചും കൂടെ ആ ഹോളൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അത്രയും ഹോളിൻ്റെ ആവശ്യമില്ല. ഞാൻ വീഡിയോയിൽ കുറച്ചും കൂടെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോൾ ഇച്ചിരി വലുപ്പത്തിൽ ചെയ്ത് കേട്ടോ. അപ്പം ആ ഹോൾ ഞാൻ കുറച്ചും കൂടെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നും കൂടെ ചുറ്റി കൊടുത്തിട്ട് ഈ കൊളുത്ത് പോലെ ആക്കിയെടുക്കാം കേട്ടോ. കൊളുത്ത് നമ്മൾ ഹുക്കിൻ്റെയൊക്കെ കൊളുത്തില്ലേ, ആ രീതിയിലാക്കിയെടുക്കാം കേട്ടോ. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നും. നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് ഐറ്റംസും വാങ്ങുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.